ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു മിൻ പി എസ് സി. ഇപ്പം നമ്മുടെ ഇന്നത്തെ സെഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LDC പരീക്ഷയ്ക്ക് തയ്യാറാകുന്നവർക്കായിട്ടുള്ള കുറച്ച് ടിപ്പും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ മാർക്കില്ല ലാസ്റ്റ് LDC എക്സാം മിസ്സായവർ അല്ലെങ്കിൽ പുതിയതായിട്ട് LDC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ആകുന്നവർ എങ്ങനെ ഈ LDC പരീക്ഷയ്ക്കായിട്ടുള്ള തയ്യാറെടുപ്പ് തുടങ്ങാമെന്നുള്ളതാണ്. അപ്പോൾ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ മിൻ പി എസ് സിയിൽ ഇതിനായിട്ടുള്ള കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകതകളൊക്കെ അറിയാലോ. നമ്മൾ കൊടുക്കുന്നതൊക്കെ തന്നെ ലൈവാണ്. ലൈവ് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോ കിട്ടും. എൻ്റെ സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം കൂടെ അടങ്ങിയ ഒരു ലോങ് ടൈം ബാച്ച് 1999 1999 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് നമ്മൾ കുറേ കാറ്റഗറി ആളുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന് ചെറിയ മാർക്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നന്നായിട്ട് പഠിച്ചു, സിലബസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ എക്സാം ഹോളിൽ ചെന്നപ്പോൾ എന്തോ നമുക്കൊരു ചെറിയൊരു പേടി അല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെ ഇതിൽ നമ്മുടെ ആൻസർ നമ്മൾ കുത്തിയതൊക്കെ മാറിപ്പോയി. അങ്ങനെ ഇരിക്കുന്ന മക്കളോട് പറയാനുള്ള ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്യുക. അതായത് നമ്മൾ അത്യാവശ്യം ബേസും കാര്യങ്ങളും നമ്മൾ കുറേ ഹാർഡ് വർക്കും ഒക്കെ ചെയ്തവരാണ്. പക്ഷെ അന്നത്തെ ആ ഒരു ലക്ക് നമുക്കില്ലാത്തത് കൊണ്ടാവാം ചിലപ്പോൾ നമ്മുടെ ടെൻഷൻ. അപ്പോൾ ആ ഒരു പോയ എക്സാമിൽ എന്തായിരുന്നു നമ്മുടെ ആ ഒരു നമുക്ക് നെഗറ്റീവ് റിസൾട്ട് തന്നത് മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ പുതിയതായിട്ട് ഇതിലേക്ക് വരുന്നവർ എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡ്, എങ്ങനെ പഠിക്കണം, അത് മനസ്സിലാക്കിയിട്ട് പഠിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഏത് രീതിയിൽ പോയാലും നമുക്കൊരു എയിം ഉണ്ടാവണം. അറ്റ് എനി കോസ്റ്റിനാണ് അവിടെ തന്നെ ആ ഒരു എയിമിൽ നമ്മൾ ആ ഒരു ടോപ്പിൽ തന്നെ എത്തും എന്നൊരു വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക. നമ്മളൊന്ന് വിചാരിച്ചാൽ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ നമുക്കത് സാധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിന് നിങ്ങൾക്ക് കഴിയട്ടെ. അപ്പം നെക്സ്റ്റ് എങ്ങനെ പഠനം തുടങ്ങണം അല്ലേ. അപ്പം നമ്മൾ LDC ആണെങ്കിലും ഏതൊരു എക്സാമിനും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് നമുക്കതിൻ്റെ സിലബസ് അറിഞ്ഞിരിക്കണം. സോ മക്കളെ, ആദ്യ സ്റ്റെപ്പ് LDCയിലുള്ള ഒരു സിലബസ് ഒരു ഫോട്ടോ കോപ്പി എടുക്കുക എന്നുള്ളതാണ്. സിലബസ് നന്നായിട്ട് മനസ്സിലാക്കുക, എന്തൊക്കെയാണ് സിലബസിലുള്ളത്, എങ്ങനെയൊക്കെ പഠിക്കണം എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സിലബസിൻ്റെ ഒരു ഫോട്ടോ കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. നെക്സ്റ്റ് നമ്മൾ സിലബസിൻ്റെ ഫോട്ടോ കോപ്പി എടുത്തു. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 2020 ശേഷമുള്ള കേരള PSC ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് LDC 10ാം ക്ലാസ് ലെവലിലാണ് PSC നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഓവറോൾ ഒന്ന് നോക്കുക. അതിൽ കോമണായി ചോദിക്കുന്ന കുറേ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് അതാണ് ഞാനിവിടെ PYQ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് അത് തന്നെയാണ്. അതായത് നിങ്ങൾ ആ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസിന് ആദ്യം ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, PYQs. അപ്പം അത് ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല നമ്മളിവിടെ പഠിക്കുന്നത്, പ്ലസ് അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ്. അപ്പോൾ അത്യാവശ്യം അതൊന്ന് പഠിച്ചു കഴിയുമ്പോൾ ഇനി അങ്ങോട്ട് വരുന്ന PSC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് GK ഭാഗത്ത് നിന്ന് ആ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടും. അത് നമുക്കൊരു പോസിറ്റീവ് എനർജി തന്നെയാണ്. എനിക്ക് ഇത്രയും കിട്ടുന്നുണ്ട്, അപ്പോൾ ഇനിയും പഠിച്ചാൽ എനിക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. കുറേ നാളായിട്ട് പഠിച്ചവരാണെങ്കിൽ ഈ ടോപ്പിക്കുകളൊക്കെ ഒന്നുകൂടെ ക്ലിയർ ചെയ്യും. അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ് പഠിക്കുക, അല്ലെങ്കിൽ ന്യൂ അപ്ഡേഷൻസ് ഒക്കെ ചെയ്യുക. അങ്ങനെ ആ ടോപ്പിക്കുകളെല്ലാം തന്നെ ക്ലിയർ ആക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെറ്റാണ്. നെക്സ്റ്റ് വൺ, മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇത് ആ ഒരു പാറ്റേൺ ഉണ്ട്, ആ പാറ്റേണിലെ ചോദ്യങ്ങൾ തന്നെ വരുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു സക്സസ് സ്റ്റോറി ഒരാളുടെ കണ്ട, അയാൾ ഡെയിലി 5 മണിക്കൂർ പഠിക്കും. എനിക്ക് 5 മണിക്കൂറൊന്നും പഠിക്കാൻ പറ്റില്ല. അത് നമ്മളുടെ ഒരു സൗകര്യമാണ്, എത്ര ടൈം പഠിക്കാൻ പറ്റുന്നു എന്നുള്ളത്. മാത്രമല്ല എത്ര അവേഴ്സ് പഠിക്കുന്നതിനേക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് നമുക്ക് ആ ഒരു നമ്മൾ പഠിക്കുന്ന ടൈമിൽ നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞു അതിനാണ് ഇമ്പോർട്ടൻസ്. സോ നിങ്ങൾ 5 മണിക്കൂർ പഠിക്കേണ്ട, 2 മണിക്കൂർ പഠിച്ചാൽ മതി. പക്ഷെ അതിൽ മാക്സിമം ടോപ്പിക്കുകൾ പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ GK ഞാൻ പറഞ്ഞിട്ട് PYQ പഠിക്കുമ്പോൾ പഠിച്ച ഭാഗങ്ങൾ ആ സിലബസിൽ മാർക്ക് ചെയ്ത് മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാം. നെക്സ്റ്റ് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്. ഇതിലേക്ക് വരുമ്പം ഈ മലയാളം അറിയാവുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ഇംഗ്ലീഷ് മാത്സിനും പുറകിലായിരിക്കും. അല്ലെ മാത്സ് നന്നായിട്ട് അറിയാവുന്ന ഒരാൾ വരുമ്പോൾ മലയാളം പുറകിലായിരിക്കും. അതായത് ഈ 3ഉം കൂടെ നന്നായിട്ട് അറിയാവുന്ന വളരെ കുറച്ച് പേരുള്ളൂ. അപ്പോൾ ഈ 3ൽ നമുക്ക് ഏതാണോ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് അതിന് കുറച്ച് ടൈം കൂടുതൽ വെക്കണം. മറ്റേത് 2 സബ്ജക്റ്റുകളും നമ്മുടെ സിലബസിൽ എല്ലാ ദിവസവും നമ്മൾ പഠിക്കുമ്പോൾ അത് കുറച്ച് ടൈം അത് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. കാരണം GK ഇങ്ങനെ മാല പോലെ അടക്കുക അവിടെ നിന്ന് വരും, നമുക്കൊരു ഐഡിയ ഇല്ല. ബട്ട് ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സിലബസിൽ നിന്ന് തന്നെ വരുള്ളൂ. നിങ്ങൾക്ക് മാർക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും.
അടുത്തത് കറണ്ട് അഫെയർ. നമ്മുടെ റാങ്ക് മേക്കിംഗ് ആണ് കറണ്ട് അഫെയർ. ഡെയിലി ഉള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അത് PSC പരീക്ഷയ്ക്ക് മാത്രമല്ല, നമുക്ക് ചുറ്റും എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്കൊരു അവയർനെസ് ഉണ്ടാവാനും, ഒരു പബ്ലിക് പ്ലേസിൽ പോയാൽ നമുക്ക് ഇന്നതിനെപ്പറ്റി ഒരു ബോധമുണ്ട് ഇന്നതാണ് നടന്നത്, അതിനൊക്കെ ഇത് ഹെൽപ്പിങ്. സോ ഡെയിലി കറണ്ട് അഫേഴ്സ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. ഒരുപാട് നമ്മുടെ ടെലഗ്രാം ചാനലുകളിൽ ഫ്രീ ആയിട്ട് മെറ്റീരിയലുണ്ട്, യൂട്യൂബ് ചാനലുകളിൽ ക്ലാസ്സുകൾ പോകുന്നുണ്ട്. നമുക്കുണ്ട് ഡെയിലി വൈകുന്നേരത്തെ 7 മണിക്ക് ഒരു കറണ്ട് അഫേഴ്സിൻ്റെ സെഷൻ. സോ അതിനനുസരിച്ച് നമ്മൾ കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക. നെക്സ്റ്റ് SCRT പുതിയതും പഴയതും ഒക്കെ നല്ല രീതിയിൽ പഠിക്കണം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. നമുക്കിനി പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ടൈം ഉണ്ടല്ലോ. അപ്പം ഇതിലൊക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങി. ആദ്യത്തെ ഒരു ആവേശത്തിൽ നമ്മൾ പോയി റാങ്ക് ഫെയിലൊക്കെ മേടിച്ചു. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രീവിയസ് ഒക്കെ മാർക്ക് ചെയ്തു, ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു തുടങ്ങി. പക്ഷെ കുറേ ടൈമുണ്ട്, ബിക്കോസ് നോട്ടിഫിക്കേഷൻ പോലും വന്നിട്ടില്ല. അപ്പോൾ ഇടയ്ക്കൊന്ന് നമുക്ക് ബ്രേക്ക് വരാൻ 99% പോസിബിലിറ്റി ഉണ്ട്. സോ ആ ഒരു കൺസിസ്റ്റൻസി അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതൊരാൾ പറഞ്ഞിട്ട് കുഞ്ഞുമക്കളല്ല എല്ലാ ദിവസവും പഠിക്കുന്നവരെന്ന് നമ്മുടെ മൈൻഡിൽ നിന്ന് തന്നെ വരേണ്ടതാണ്. അപ്പം നമുക്കൊരു എയിമുണ്ട്, സക്സസ്. ഞാൻ ആ റാങ്ക് ലിസ്റ്റിൽ കയറും, അല്ലെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ട്രിവാൻഡ്രം ആണ് എക്സാം എഴുതുന്നതെങ്കിൽ ആദ്യത്തെ 100 റാങ്കിൽ ഒരാൾ ഞാനായിരിക്കും. ആ ഉറച്ച വിശ്വാസം, കൺസിസ്റ്റൻസി ഉണ്ട്, സിസ്റ്റമാറ്റിക് പാറ്റേൺ ആയിട്ട് പോകും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും. നിങ്ങളിപ്പം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്, അല്ലെങ്കിൽ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്. നമ്മൾ എവിടെ പഠിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം, നമ്മൾ എങ്ങനെയാണ് അതിൽ നമ്മൾ ഹാർഡ് വർക്ക് ഇടുന്നത്. ഹാർഡ് വർക്ക് ഇട്ടെങ്കിൽ മാത്രമേ പ്രത്യേകിച്ച് ഇപ്പോൾ PSC കിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതും ആദ്യം ഒരു പാറ്റേൺ ഉണ്ടാക്കുക. എത്ര തിരക്കാണെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോവുക. സിലബസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, PYQസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ പറഞ്ഞതുപോലെ ആദ്യം അത് ക്ലിയർ ചെയ്യുക. അതോടൊപ്പം SCRT പഠിച്ച് പോവുക. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോവുക. ഡെയിലി കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ചുറ്റും നമ്മൾ ഒരാൾക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മളിത് പഠിക്കുന്ന കാണുമ്പോൾ നമുക്ക് നെഗറ്റീവ് പറയാൻ ഒരുപാട് ആളുകളുണ്ടാവും. PSC ഒന്നും പഠിച്ചാൽ കിട്ടില്ല, നിർത്തിപ്പോവും. പക്ഷെ നമ്മൾക്ക് ഒരാളൊരു ഗിഫ്റ്റ് തന്നു, നമ്മൾക്കത് ഇഷ്ടമുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മളത് വാങ്ങിച്ച് യൂസ് ചെയ്ത് മാറ്റി വയ്ക്കില്ല, തിരികെ കൊടുക്കും. അതുപോലെ പറയുന്ന വാക്കുകൾ നമുക്കത് യൂസ് അല്ല, നമുക്കതുകൊണ്ട് ലൈഫിൽ യൂസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മളത് മാറ്റുക, അതൊക്കെ നെഗ്ലക്റ്റ് ചെയ്യുക. നെഗറ്റീവ് കമൻറ്റ്സ് എപ്പോഴും എല്ലാത്തിലും ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ ഇതൊന്നും പഠിച്ച ജോലി കിട്ടില്ല അങ്ങനെയൊക്കെ പറയുന്നവർക്ക് നമ്മുടെ റിസൾട്ട് കൊണ്ട് നമ്മൾ നല്ല അവരുടെ മുന്നിൽ നമ്മൾ കാണിച്ചു കൊടുക്കാൻ നമ്മൾ എന്താണ്, നമുക്ക് ടൈമുണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട്. സോ വരും ദിവസങ്ങളിൽ നമുക്ക് കുറച്ചും കൂടെ സെഷൻസ്, അതായത് ജോലിക്ക് പോകുന്നവർ അല്ലെ വീട്ടമ്മമാർ എങ്ങനെ ഈ പരീക്ഷയ്ക്ക് തയ്യാറാണെന്നുള്ള സെഷൻസ് ഒക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതിനായിട്ട് നമ്മുടെ പിൻ്റെ PSC യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടൊരു ബാച്ച് നമ്മൾ ജൂൺ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ ജൂൺ 1 സ്കൂൾ റീഓപ്പൺ ആണ്, മക്കളൊക്കെ പോയിട്ട് ഈ കോഴ്സ് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. അതായത് നമ്മുടെ ക്ലാസ്സൊക്കെ ലൈവാണ്. ലൈവ് പറ്റിയില്ലെങ്കിൽ റെക്കോർഡഡ് സെഷൻ കിട്ടും, സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, മെൻറ്റർ സപ്പോർട്ട് ഉണ്ട്, PYQ ഡിസ്കഷൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ സപ്പോർട്ട് വേണം അതെല്ലാം നമ്മുടെ PSC നിന്നുണ്ട്. 1 ഇയർ ലോങ് ടേം ബാച്ചാണ്. മാത്രമല്ല ഈ ബാച്ചിൻ്റെ പ്രൈസ് 1999 1999 നമ്മൾ ഈ കോഴ്സ് ഇപ്പോൾ നമ്മൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ എത്തിക്കാനായിട്ട് നോക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്